Hey guys, welcome back to our channel. So this is our first video in our channel. So ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how I scored full A plus on SSLC. So as you guys know, like everyone is preparing for their board exam. Even I am also preparing for that. So ഞാൻ വിചാരിച്ചു ഇറ്റ്സ് എ ബെറ്റർ ടൈം ടു മേക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് SSLCയിൽ ഫുൾ എ പ്ലസ് സ്കോർ ചെയ്തതെന്നും എൻ്റെ ജേർണി, സ്റ്റഡി ടിപ്സ് ആൻഡ് ട്രിക്സ് എവറിത്തിങ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വിതൗട്ട് ഫർദർ എനി ഓഫ് ദി ഡിലേ, ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. സ്റ്റാർട്ടിങ് അബൌട്ട് മൈ ജേർണി, ലൈക്ക് ലിറ്ററലി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ്, ലൈക്ക് ഞാൻ SSLC പഠിക്കുന്ന സമയത്തും ലൈക്ക് സെയിം സിറ്റുവേഷൻ ആയിരുന്നു. റംദാൻ ആൻഡ് ഓൾസോ നോമ്പും കാര്യങ്ങളും എല്ലാം തന്നെ ആയിരുന്നു. സോ എൻ്റെ ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ മൈ എക്സാംസ്. ബിക്കോസ് ലൈക്ക് എല്ലാവരും ഇങ്ങനെ പറയും ടേണിംഗ് പോയിൻ്റ് ആണ് ലൈഫിൽ, ലൈക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഐ ബിലീവ്ഡ് ഇൻ ദറ്റ് ഷിറ്റ് ആൻഡ് I just did study. So which is not really true. Like this SSLC is not gonna define you, by the way. So എന്നാലും എല്ലാവർക്കും ഇങ്ങനെ ലൈക്ക് ഒരു ഫുൾ എ പ്ലസ് വാങ്ങി കാണണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ റിയലി വോണ്ട് ടു ടെൽ യു ഗൈസ് ഇസ് ദാറ്റ് അവോയ്ഡ് ഓൾ ദി ഡിസ്ട്രാക്ഷൻസ്. ഇനിയുള്ള ഒരു മാസം, ലൈക്ക് ഇനി ഒരു മാസം എന്ന് പറയാനില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. ആ ഉള്ള ടൈമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഡിസ്ട്രാക്ഷൻസെയും അവോയ്ഡ് ചെയ്യുക. ലൈക്ക് ഡിലീറ്റ് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എവറിത്തിങ് വിച്ച് ഇസ് ജസ്റ്റ് ഡിസ്ട്രാക്റ്റിംഗ് യു. നിങ്ങൾ ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. സോ വെൻ ഐ ലുക്ക് അറ്റ് യുവർ ടൈം ടേബിൾ ഗൈസ്, ലൈക്ക് യുവർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് March 5th ആൻഡ് March 30th വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. യു ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. ലൈക്ക് ഒരു 1 month-ഓളം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. സോ യു ക്യാൻ ജസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിനെ നല്ല കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ get good marks. Guys, I'm just recording this video on March 8th. I know like നിങ്ങളുടെ ഒരു എക്സാം എന്തോ കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലാംഗ്വേജിൽ. അപ്പോൾ ഇനിയുള്ള ടൈം നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ്, ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാനുള്ള ടൈമില്ല ഡെഫിനറ്റ്ലി. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ വൺ ഷോട്ട് റിവിഷൻസ് നിങ്ങൾക്ക് കാണാം. ചില ടോപ്പിക്ക് തീരെ അറിയില്ല എന്ന് വിചാരിച്ചാൽ യു ക്യാൻ വാച്ച് വൺ ഷോട്ട് റിവിഷൻസ്. എക്സാം വിന്നർ സൈലമാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ. സോ അപ്പോൾ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീഡിയോസ് കണ്ടിട്ട്, വൺ ഷോട്ട് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് യു ക്യാൻ ടേക്ക് നോട്ട്സ്. ഓക്കെ, അപ്പോൾ ആ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സ് എടുക്കാൻ പറ്റും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പാസീവായി കണ്ടിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് 1 hour തന്നെ അവർ ലൈക്ക് കുറേ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. പിന്നെ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് ഇതിന് ടൈം അധികമില്ല. സോ യു ക്യാൻ ജസ്റ്റ് വാച്ച് ദ യൂട്യൂബ് ചാനൽസ് വീഡിയോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലൈക്ക് വീഡിയോസ് കാണുന്ന സമയത്ത് യു ഹാവ് ടു ബി വെരി ആക്റ്റീവ്. നോട്ട്സ് എഴുതിയെടുക്കുക, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എഴുതിയെടുക്കുക. ആൻഡ് യു ആർ ജസ്റ്റ് ഗോയിങ് ടു സ്റ്റഡി ആഫ്റ്റർ ദാറ്റ് ബൈ ദ നോട്ട്സ്. അപ്പോൾ നോട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ എഴുതിയെടുത്ത നോട്ട്സിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്ത് പഠിക്കണം. അങ്ങനെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ മാത്സും ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി അതിനൊക്കെ കൂടുതൽ ലൈക്ക് സൂപ്പർ 30 എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവും, ഇങ്ങനെ സോഷ്യലൊക്കെ ആണെങ്കിൽ അറിയാം, ലൈക്ക് ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാണ്ട് കുറേ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. സോ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ ടോപ്പിക്സ് ഉണ്ടാവും. അതിൽ ഓരോ ടോപ്പിക്കും എന്താ മനസ്സിലാക്കിയിട്ട് പഠിക്കുക തന്നെ വേണ്ടത്. അതിൽ നമുക്ക് എല്ലാം കവറപ്പ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് മാത്രം എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. കാരണം ഇറ്റ്സ് വെരി ലെങ്തി, കുറേ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്, ലൈക്ക് ഐ ഡിഡ് വാസ് ലൈക്ക് ലൈവ് ഇപ്പോൾ അവർ എടുക്കുന്ന സമയത്ത് തന്നെ 1 മണിക്കൂർ ഇന്ന് കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ ഇങ്ങനെ നോട്ട്സ് അയക്കും. അപ്പോൾ ആ നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. സീരിയസ് ആയിട്ട് ഈ പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ സയൻസ്, ബയോളജി അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബയോളജിയിൽ പറയുകയാണെങ്കിൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നല്ല പോലെ ആലോചിച്ച് ഇരുന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ പഠിച്ചൊരു സ്റ്റഡി ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ, വായിച്ച് പഠിക്കേണ്ട കുറേ സബ്ജക്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആക്റ്റീവ് റീകോളിംഗ് മെത്തേഡിലാണ് പഠിക്കാറുള്ളത്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ആക്റ്റീവ് റീകോളിംഗ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ സൗണ്ടിൽ വായിച്ച് പഠിക്കുക. ഇങ്ങനെ വെറുതെ വായിച്ച് വിടല്ല, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. സ്റ്റിൽ ഐ ഡു ദാറ്റ്. നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ സൗണ്ടിൽ വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ അത് കയറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യത്തിന് റീകോൾ ചെയ്തെടുക്കുക. ലൈക്ക് ഐ യൂസ് ദിസ് ടെക്നിക് അ ലോട്ട്. ലൈക്ക് ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീകോൾ ചെയ്തെടുക്കണം. അത് പക്കായിട്ട് നമ്മൾ ക്ലിയർ ആക്കിയെന്ന് മനസ്സിലാവും.
അപ്പോൾ ആക്റ്റീവ് റീകോളിംഗ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതി നോക്കാൻ പറ്റും, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ആ ഒരു ടോപ്പിക്ക്. ഞാൻ അതും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ 3 പ്രാവശ്യം എഴുതി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഭയങ്കര ടഫ് ടോപ്പിക്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ രാത്രി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ലൈക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും, ചിലർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും. ഇറ്റ്സ് ഓൾ അപ് ടു യു. സോ ഇഫ് യു ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ് മോർണിംഗ്, ലൈക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഐ സ്റ്റഡി ഇൻ ദ മോർണിംഗ്. ലൈക്ക് മോർണിംഗ് ഐ എം ലിറ്ററലി മോർണിംഗ് പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ ലൈക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി സുഹൃത്തിനെ വെച്ചിട്ട് നോമ്പൊക്കെ വെച്ചിട്ട് ലൈക്ക് ആഫ്റ്റർ മൈ പ്രേയേഴ്സ് ആൻഡ് ഓൾ ദ തിങ്സ് ഐ യൂസ് ടു സ്റ്റഡി. Like best thing is that to calm down your stress you can do meditation. If you want a meditation detailed video, please let me know in the comment section. I'll be definitely uploading that as well. So അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മൈൻഡ് കാമാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് എടുത്തിട്ട് പഠിക്കും. സോ രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യാനല്ല. ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ബോറിംഗ് സബ്ജക്ട്സ് വായിക്കാൻ നിന്നാൽ അതൊട്ടും കയറത്തില്ല. സോ രാവിലെ ഇങ്ങനെ പഠിക്കാനുള്ളത് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ഈ ഉച്ചയ്ക്കും വൈകുന്നേരം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യു. അപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ടൈമിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക, കൺസ്യൂം ചെയ്യാൻ നോക്കുക, മാക്സിമം കോണ്ടന്റ് ബ്രെയിനിലാക്കാൻ നോക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വന്നാലും ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോൺസെപ്റ്റ് ആയിരിക്കണം ടാക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് വെച്ച് പഠിക്കുക. പ്രത്യേകിച്ച് മാത്സ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ലൈക്ക് പ്രീവിയസ് ഇയറിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. അത് നല്ലൊരു കാര്യമാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് മാത്സിൽ കുറേ സബ്ജക്റ്റ് ലൈക്ക് ഒരു കുറച്ച് മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. മെയിനായിട്ട് നിങ്ങൾക്ക് വരച്ച് പഠിക്കാനുള്ള എല്ലാ ഡയഗ്രാംസും പഠിക്കുക. ബിക്കോസ് വരയ്ക്കാനായിട്ട് ഒരു 5 മാർക്കിന് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ട്രിഗ്നോമെട്രിക്ക് അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതൊക്കെ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ ക്ലിയർ ആക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫൈനലി എനിക്ക് ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സ്റ്റഡി ടിപ്പ് കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇറ്റ് ഈസ് കോൾഡ് ലൈക്ക് ഈറ്റ് ദ ഫ്രോഗ്. ഈറ്റ് ദ ഫ്രോഗ് മീൻസ് പോയി തവളയൊക്കെ കഴിക്കാനല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് സ്റ്റഡീസൊക്കെ പറയുന്നുണ്ടാവും രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിന് മോസ്റ്റ് പവർഫുൾ ആയിട്ടുണ്ടാവുക. സോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഈറ്റ് ദ ഫ്രോഗ് റൂൾ പ്രകാരം നിങ്ങൾ രാവിലെ എണീച്ച് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടാസ്ക്, നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നുന്ന ടാസ്ക് നിങ്ങൾ അപ്പം ചെയ്യാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പഠിക്കുകയാണ്, ബിക്കോസ് വി ഹാവ് എക്സാംസ്. അപ്പോൾ രാവിലെ എണീച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുക. ലൈക്ക് ആ ഒരു ടാസ്കിനെ എന്ത് ചെയ്യുക, ഈറ്റ് ചെയ്യുക. അതാണ് ഈറ്റ് ദ ഫ്രോഗ് ടാസ്ക്. യു ഹാവ് ടു ബി ഇൻ എ മോങ്ക് മോഡ്. ഐ നോ മോങ്ക് മോഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോങ്ക് മോഡ് ഇസ് ലിറ്ററലി മീൻസ് ലൈക്ക് യു നോ മോങ്സ്, ലൈക്ക് സന്യാസികളൊക്കെ ഫുൾ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരു വേൾഡിൽ നിന്ന് മാറി ഇരുന്നിട്ടുള്ള ഒരു ഇതുപോലെയല്ല. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് ഈ ഒരു മോങ്ക് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മോഡിലേക്ക് ട്രാൻസ്ഫർ ആവാം. എല്ലാ ഡിസ്ട്രാക്ഷനും അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഗുഡ് മാർക്സ് ആൻഡ് ഗുഡ് ഗ്രേഡ്സ്. ആൻഡ് യാ, അത്രയും എൻ്റെ സ്റ്റഡി റൊട്ടീൻ ആൻഡ് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ ബോർഡ്സിൽ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ SSLC എന്ന് വെച്ചാൽ വലിയ എന്താ പറയുക മലയൊന്നുമല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഐ നോ ലൈക്ക് കുറേ ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ലൈക്ക് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഡിസൈഡ് യുവർ ലൈഫ് ലിറ്ററലി. യെസ്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്താണ്. ബൈ.